ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിങ്ങനെ ഇരുന്നപ്പോൾ ഒരു സബ്ജക്റ്റ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് ഞാൻ വിചാരിച്ചു. സങ്കീർത്തനം 8-ന്റെ 4-ാം വാക്യം, മർത്യനെ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രന്മാരെ വിചാരിക്കേണ്ടതിന് അവൻ എന്തുമാത്രം. അവിടെ സങ്കീർത്തനക്കാരൻ ഒരു മനുഷ്യൻ്റെ അവസ്ഥ മനസ്സിലാക്കി, ആ മനുഷ്യൻ എന്താണെന്ന് മനസ്സിലാക്കി എഴുതിയിരിക്കുന്ന ഒരു വാക്യമാണത്. ശാസ്ത്രം പറയുന്നു, നാം മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി അടക്കം ചെയ്ത് 3-ാം ദിവസമാകുമ്പോൾ നമ്മുടെ മൂക്കിലൊക്കെ പഞ്ഞി വെക്കും. 3-ാം ദിവസം ആകുമ്പോഴത്തേന് മൂക്ക് കഴുകാൻ തുടങ്ങും, ഈ പഞ്ഞിയൊക്കെ മാറും. മൂക്ക് കഴുകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മൂക്കിനകത്തൂടെ കൃമികളും പ്രാണികളും ഒക്കെ കയറും. അത് കഴിഞ്ഞൊരു 6-ാം ദിവസം ആകുമ്പോഴത്തേന് നമ്മുടെ ശരീരത്തിലെ എന്താ പറയുന്നത്, നഖങ്ങളും ഒക്കെ കൊഴിഞ്ഞ് 6-ാമത്തെ ദിവസം ആകുമ്പോൾ അതും തീരും. പിന്നീടൊരു 17-ാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴത്തേന് ബാക്കിയുള്ള അവയവങ്ങളെല്ലാം ജീർണിച്ച് വയറൊക്കെ വീർത്ത് അത് പൊട്ടി കുടലും എല്ലാം വെളിയിൽ വരാൻ തുടങ്ങും. അങ്ങനെ ഒരു 60 ദിവസം 90 ദിവസം ആകുമ്പോഴത്തേന് ശരീരം മൊത്തം ചെവിയും കണ്ണും രോമവും തലമുടിയും എല്ലാം ദ്രവിച്ച് ഈ മണ്ണിനോട് ചേരുവാൻ തുടങ്ങും. ഒരിക്കലൊരു കല്ലറ തുറന്നപ്പോൾ, ഒരു കുടുംബക്കല്ലറ, അടുത്തൊരു ബോഡി വെക്കാൻ വേണ്ടി ഒരു കുടുംബക്കല്ലറ തുറന്ന ഒരവസ്ഥ എനിക്ക് കാണുവാനിടയായി. അപ്പോൾ ഞാൻ അതിനകത്ത് കണ്ട ഒരു കാഴ്ച, മനുഷ്യ ശരീരത്തിൽ നമ്മുടെ വീടുകളിൽ കാണുന്ന പാറ്റയില്ലേ, പാറ്റ, ആ പാറ്റ കൂടുതലും കല്ലറകളിലുള്ളത് പാറ്റയാണ്. പാറ്റ, പുഴുവും കൃമിയും പാറ്റയും നമ്മുടെ ശരീരത്തെ എല്ലാ എല്ലുകളും എല്ലാം അരിക്കും. പാറ്റ തലയോട്ടിയിലൊക്കെ കയറിയിരുന്ന് അരിക്കും. ഏകദേശം ഒരു മനുഷ്യൻ 1 വർഷം ആകുമ്പോഴത്തേന് എല്ലുകളും എല്ലാം ദ്രവിച്ച് മണ്ണിനോട് ചേരുന്നു. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ആയതുകൊണ്ടാണ്, അങ്ങനെ ഒരു അവസ്ഥ ഉള്ളതുകൊണ്ടാണ് ദൈവം ആ വാക്യത്തിൽ നമുക്ക് സങ്കീർത്തനക്കാരിലൂടെ അങ്ങനെ കാണുവാൻ കഴിയുന്നത്, മർത്യനെ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രന്മാരെ വിചാരിക്കേണ്ടതിന് അവൻ എന്തുമാത്രം. മനുഷ്യ, നീ എത്ര തന്നെ വെട്ടിപ്പിടിച്ചാലും, നീ എത്ര തന്നെ ആർത്തി കാണിച്ചാലും, നീ എന്തൊക്കെ കോപം കാണിച്ചാലും, നിൻ്റെ ജീവിതത്തിലെ എല്ലാം അവിടെ വെച്ചിട്ട് മറ്റുള്ളവൻ്റെ ജീവിതത്തിലെ അവസ്ഥകളെ ചൂഴ്ന്ന് അവനെങ്ങനെയാണ്, അവൻ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ അറിയുവാനുള്ള വ്യഗ്രതയോടെ ഓടുന്ന ഈ ഓട്ടം, പണത്തിനും വീടിനും പ്രതാപത്തിനും കാറിനും എന്ന് വേണ്ട, എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, എല്ലാറ്റിനും വേണ്ടിയുള്ള മനുഷ്യൻ്റെ ഈ ഓട്ടം, ഈ പാച്ചിലുകൾ, മനുഷ്യൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം സഹോദരനെ, സ്വന്തം മാതാപിതാക്കളെ, സ്വന്തം മക്കളെ, ബന്ധങ്ങളെ അകറ്റുന്നു, അനേകരെ കൊല്ലുന്നു, മാതാപിതാക്കളെ തെരുവിൽ വലിച്ചെറിയുന്നു. പ്രിയ, ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളൊരു കാര്യം, ശാസ്ത്രം തെളിയിച്ച, അല്ലെങ്കിൽ എനിക്ക് പരിമിതമായ അറിവുകളേ ഉള്ളൂ. ഈ അറിവുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഈ മണ്ണിനോട് അലിഞ്ഞു ചേരുന്ന ഈ ശരീരത്തെ പോഷിപ്പിക്കാൻ വേണ്ടി എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ദൈവം നമുക്ക് തന്ന ആയുസ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അതിനുശേഷം നമ്മുടെ ആത്മാവിന് ഒരു നിത്യതയുണ്ട്. ആ നിത്യത പ്രാപിക്കണമെങ്കിൽ മാത്രവുമല്ല, നാം എവിടെ ആയിരിക്കുന്ന അല്പ നാളത്തെ യാത്ര, ഏറിയാൽ 80,
അത് കഴിഞ്ഞാൽ കഷ്ടവും പ്രയാസവും മാത്രം. ജ്ഞാനിയായ ശലോമോൻ പറയുന്നു, മനുഷ്യൻ്റെ ജീവിതം ചാഞ്ഞു പോകുന്ന നിഴൽ പോലെയാകുന്നു, ഇന്ന് കണ്ട് നാളെ വാടിപ്പോകുന്ന പൂക്കളെ പോലെയാകുന്നു. മാത്രമല്ല, ജ്ഞാനിയായ ശലോമോൻ സഭാപ്രസംഗിൽ പറഞ്ഞിരിക്കുന്നത്, മായ മായ, സകലതും മായയത്രയെന്ന്. മായയായ ഈ ലോകത്തിൽ സകലതും മായയായി മാറുന്ന നമ്മുടെ ശരീരം വരെ, നമ്മുടെ ജീവിതം ഒരു മായയായിത്തീരുന്നു. ഭൂമിക്ക് മുകളിൽ ഒന്നും സ്ഥിരമായി ശലോമോൻ കണ്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആകയാൽ സ്നേഹത്തോടും ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിൽ നിന്ന് ഉളവായി സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം, ഈ വക പ്രാപിച്ചുകൊണ്ട് ജഡത്തിൻ്റെ പ്രവൃത്തികളെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ഉരിഞ്ഞുകളവാൻ ദൈവവചനത്തിൽ പറയുന്നു. ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, കോപം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് എന്നിവ ഉളവാകുന്നു. ഇതിനെയൊക്കെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞിട്ട് സ്നേഹത്തിൻ്റെ ഫലമായി മുന്നോട്ട് പോകുവാൻ സർവകൃപാലുവായ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. വീണ്ടും കാണാം.